മരുഭൂമിയിലെ പച്ചപ്പ് അതൊക്കെ ഒരു സ്വപ്നം മാത്രമാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തത പരീക്ഷിക്കുന്ന, അതോടൊപ്പം തന്നെ മനുഷ്യന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന UAE പോലുള്ള രാഷ്ട്രത്തിൽ ഇതല്ല, ഇതിനപ്പുറം സംഭവിച്ചാലും ആശ്ചര്യപ്പെടേണ്ടതില്ലെന്നേ ആരും പറയുകയുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ചയായി UAE ഒട്ടുമിക്ക പ്രദേശങ്ങളിലും മഴ പെയ്തു. അതോടൊപ്പം തന്നെ ചരിത്രം തിരുത്തിക്കൊണ്ടാണ് വെള്ളപ്പൊക്കം പോലും ഉണ്ടായത് തന്നെ, അതും 34 വർഷങ്ങൾക്ക് ശേഷം. മാത്രമല്ല ആലിപ്പഴ വർഷവും ഉണ്ടായി. അതോടൊപ്പം തന്നെ തുടരെ പെയ്ത മഴയിൽ മരുഭൂമികൾ പോലും പച്ചപ്പാൽ നിറഞ്ഞു. ഇനി മണലാരണ്യങ്ങളൊക്കെ പഴങ്കഥയാവുകയാണ്. വടക്കൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ റാസൽ ഖൈമ മരുഭൂമിയുടെ ഒരു ഭാഗം ആഴ്ചകളോളം മഴയെ തുടർന്ന് പച്ചയായി മാറിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഫലാജ് അൽ മുവല്ല പച്ച നിറത്തിലുള്ള ഒരു പച്ചപ്പായി മാറി. ശൂന്യമായ ക്വാർട്ടറിന്റെ ഭാഗമടക്കം UAE പല ഭാഗങ്ങളിലും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നേരിയ കനത്ത മഴ ലഭിക്കുകയുണ്ടായി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള അൽ ഫുജൈറയിലെ ദിബയിലെ ഗംഭീരമായ പർവ്വതനിരകളുടെ താഴ്വരയിൽ സമൃദ്ധമായ പച്ചപ്പും വളർന്നു വരികയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിൽ കനത്ത മഴയിൽ നിന്ന് ആഴ്ചകളോളം വെളിച്ചം വീശിയ ശേഷം ദുബായ് മരുഭൂമിയിലെ എറിമോബിയം എന്ന വ്യത്യസ്തമായ ചെടിയും പടർന്നു പന്തലിച്ചു. എന്നാൽ ഈ മഴയ്ക്ക് പിന്നിൽ UAEക്ക് പറയാൻ ഒരു കഥയുണ്ട്. വേനൽക്കാലത്ത് മഴ പെയ്യിക്കാനുള്ള കൃത്രിമ സംവിധാനങ്ങളുടെ പരീക്ഷണം അവസാന ഘട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ് UAE. കൂടുതൽ രാസ സംയുക്തങ്ങൾ മഴമേഘങ്ങളിൽ വിതറി കൂടുതൽ മഴ ലഭിക്കാനും മേഘങ്ങളെ മഴമേഘങ്ങളാക്കി മഴ പെയ്യിക്കാനുമുള്ള ഗവേഷണങ്ങളാണ് ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് തന്നെ. ഗവേഷണം പൂർത്തിയാക്കുന്നതോടെ ഇനി വേനൽക്കാലത്തും UAEയിൽ നല്ല മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പരമ്പരാഗത രാസപദാർത്ഥങ്ങളിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മഴ ലഭ്യത കൂട്ടാനാകുമെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ എന്നത്. പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം, മറ്റ് രാസപദാർത്ഥങ്ങൾ എന്നിവയുടെ പ്രത്യേക അനുപാതത്തിലുള്ള മിശ്രിതമാണ് വിതറുക. നിലവിലുള്ള ക്ലൗഡ് സീഡിംഗ് രീതി പരിഷ്കരിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട്. വിമാനത്തിലെ സംഭരണിയിൽ ഉന്നത മർദ്ദത്തിൽ സൂക്ഷിക്കുന്ന രാസമിശ്രിതങ്ങൾ മേഘങ്ങളിൽ വിതറിയാൽ ഇത് പാഴാകാനുള്ള സാധ്യത കുറയുമെന്നും കണ്ടെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ തുടരെ വേനൽക്കാലത്ത് പോലും മഴ പെയ്തു തുടങ്ങിയാൽ മരുഭൂമികളുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കുക തന്നെ വേണ്ട. ഇനി പച്ചപ്പ് മാത്രമേ UAEയിൽ കാണുകയുള്ളൂ. അങ്ങനെ പ്രവാസികൾ പണ്ട് പറഞ്ഞിരുന്ന മണലാരണ്യങ്ങളിലെ ചുട്ടുപഴുത്ത പഴങ്കഥകളൊക്കെ പഴയ കഥകളായി മാറും. ഇതാണിപ്പോൾ UAEയുടെ അവസ്ഥ. ഇനി തണുപ്പ് മാത്രം, സുരക്ഷിതം, സന്തോഷം. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.